നാം എല്ലാവരും ഒരു വിധത്തിൽ അല്ല എങ്കിൽ മറ്റൊരു വിധത്തിൽ ലീഡേഴ്സ് അഥവാ നേതാക്കളാണ്. കുടുംബത്തിൽ, തൊഴിലിടങ്ങളിൽ, സഭകളിൽ, പ്രസ്ഥാനങ്ങളിൽ നമുക്കെല്ലാവർക്കും തന്നെ ലീഡർ എന്ന പദവിയുണ്ട്. നാം എല്ലാവരും ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമ്മുടെ ആ പദവിയെ എ ഡിവൈൻ നേച്ചർ, ഒരു ദൈവിക സ്വഭാവമുള്ളതാക്കി മാറ്റണം. അതിനു വേണ്ട രണ്ട് സംഗതികൾ അത്രേ. ഒന്ന്, കീപ് ലേണിംഗ്, പഠിച്ചുകൊണ്ടിരിക്കുക. പഠിക്കുവാനായി ദൈവം നമുക്ക് തന്ന ഒരു ഉപാധി അത്രേ തിരുവചനം. ഒരു ലീഡറിന് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും തിരുവചനം നൽകുന്നുണ്ട്. മഹത്തായതും വിലയേറിയതുമായ വാഗ്ദാനങ്ങൾ അതിലുണ്ട്. ദൈവിക സ്വഭാവമുള്ള നല്ല ഒരു നേതൃത്വം നൽകുവാൻ ആവശ്യമായ എല്ലാ ദൈവിക ശക്തിയും അതിനകത്തുണ്ട്. തിരുവചനത്തിലൂടെയുള്ള നമ്മുടെ പഠനം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അന്വേഷിച്ചു വായിപ്പീൻ, നിങ്ങളതിൽ ഒന്നും കണ്ടെത്താതിരിക്കുകയില്ല. 2, കീപ് ഗ്രോയിങ്, വളർന്നുകൊണ്ടേയിരിക്കുക. നാം വളരുവാനുള്ള എല്ലാ വളങ്ങളും തിരുവചനത്തിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. നാം പഠിച്ച് മനസ്സിലാക്കിയ തിരുവചനത്തിലുള്ള സത്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക. പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ദൈവിക സ്വഭാവമുള്ള ഒരു നേതൃത്വത്തിന് അനിവാര്യമായ ഘടകങ്ങളാണ് വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ഇവയൊക്കെ ഇല്ലാതെയും നേതാക്കളായിരിക്കാൻ നമുക്ക് കഴിയും. എന്നാൽ അത് ദൈവിക സ്വഭാവമുള്ളതായിരിക്കുകയില്ല. ഇതിനോടകം നമുക്ക് മനസ്സിലായി കാണും, ഇനിയും ധാരാളം നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും ധാരാളം നാം വളരേണ്ടിയും ഇരിക്കുന്നു. നമ്മുടെ ഓരോ ദിവസത്തെയും പരിശ്രമം പഠിക്കുവാനും വളരുവാനുമുള്ള ചവിട്ടുപടികളായി മാറട്ടെ. ശലോമോൻ്റെ ഒരു സദൃശ്യവാക്യം ഇങ്ങനെ: എ വൈസ് മാൻ വിൽ ഹിയർ ആൻഡ് ഇൻക്രീസ് ലേണിംഗ്. ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കുന്നു. മോശപ്പെട്ട നേതാക്കളെ നാം നമുക്ക് ചുറ്റും ധാരാളമായി കാണുമ്പോൾ നമുക്ക് ജ്ഞാനമുള്ള, വിവേകമുള്ള, ദൈവിക സ്വഭാവമുള്ള ഓരോ നല്ല നേതാക്കളായി മാറാം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.